അതായത് സൗദി ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ്. ഒരുപാട് തവണ പരിഗണിച്ചു. ഒരുപാട് തവണ പരിഗണിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡസനിലധികം തവണ പരിഗണിച്ചതാണ്. അത് ഓരോ തവണ ഇത് മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനല്ല. ഇക്കുറി കുറേ അധികം പേപ്പറുകൾ പുതിയതായി സമർപ്പിക്കപ്പെട്ടു. നമുക്ക് ആ പേപ്പർ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ കോടതിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ പ്രൂഫായ കാര്യങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ഹിയറിംഗ് ചില പ്രധാനപ്പെട്ട ഹിയറിംഗ്. ഇത് 12ാമത്തെ തവണയാണ് അബ്ദുറഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. സൗദി സമയം രാവിലെ 10 മണിക്ക്, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായാണ് കേസ് പരിഗണിക്കുക. അബ്ദുറഹീമും അഭിഭാഷകനും ഹാജരാകും. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ 2 കോടതി റദ്ദാക്കിയിരുന്നു. 1.5 കോടി റിയാൽ ദിയാധനം സ്വീകരിച്ച് സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസ് ഇതോടെ തീർന്നെങ്കിലും പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. കേസ് ഫയലിന്റെ ഒറിജിനൽ രേഖകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലെത്താൻ വൈകിയതാണ് കേസിൽ വിധി പറയുന്നത് തുടർച്ചയായി മാറ്റിവെക്കാൻ കാരണമെന്നാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചത്. രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സിറ്റിംഗ് നിർണായകമാണെന്നും സഹായ സമിതി അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. അവിടെ നമുക്ക് അതെ, നമ്മള് വാർത്തയിൽ നിൽക്കുക. ജലീൽ വാർത്തയിലേക്ക് പോയിട്ട് വരാം. നിങ്ങൾ 5 മിനിറ്റ്. വാർത്തയുടെ വിവരങ്ങളുമായി നമ്മുടെ ജലീൽ കണ്ണമംഗലം ചേരുകയാണ്. ജലീൽ, നമ്മൾ നേരത്തെ പറയുകയായിരുന്നു കുറെ അധികം തവണ മാറ്റിവെച്ച കാര്യം പറയുകയായിരുന്നു. അപ്പൊ ഇക്കുറി ഒരു തീർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവോ? ഹാഷ്മി, സ്മിത, കഴിഞ്ഞ 19 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് ഇന്ന് റിയാദിലെ കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ്, കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയത്. 9 മാസത്തോളമായി മോചനവും കാത്തിരിക്കുകയാണ്. ഈ വധശിക്ഷ റദ്ദാക്കിയതോടെ സ്വകാര്യ അവകാശങ്ങളെല്ലാം തീർന്നു. ഇപ്പോൾ പൊതു അവകാശ കേസാണ് കോടതി പരിഗണിക്കുന്നത്. ഇത് 12ാമത്തെ തവണയാണ് റിയാദിലെ കോടതി അബ്ദുറഹീമിന്റെ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ സൗദി സമയം രാവിലെ 10 മണിക്ക്, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 കേസ് പരിഗണിക്കുന്നത്. ഓൺലൈനായാണ് പരിഗണിക്കുക. ഈ സമയത്ത് അബ്ദുറഹീമും അഭിഭാഷകനും എല്ലാം ഓൺലൈനായി കോടതിയിൽ ഹാജരാകും. ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട്, മുമ്പത്തെ പോലെയല്ല. കാരണം റിയാദിലെ സഹായ സമിതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേസ് ഫയലിന്റെ ഒറിജിനൽ രേഖകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിൽ എത്താൻ വൈകുന്നതാണ് കേസ് തുടർച്ചയായി നീട്ടിവെക്കാൻ കാരണം എന്നാണ്. എന്നാൽ ഈ ഹാർഡ് കോപ്പി കേസിന്റെ ഒറിജിനൽ രേഖകൾ ഇപ്പോൾ ഈ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ റമദാനിൽ തന്നെ, പെരുന്നാൾക്ക് മുമ്പ് തന്നെ ഈ കേസ് ഫയലിന്റെ ഒറിജിനൽ കോപ്പി കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന രേഖകൾ എന്ന പ്രൂഫ് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. 1.5 കോടി റിയാൽ ദിയാധനം നൽകിയാണ് അബ്ദുറഹീമിന്റെ ഈ സൗദി ബാലന്റെ കുടുംബത്തിന് നൽകിയാണ് വധശിക്ഷ റദ്ദാക്കിയത്. 6 മാസം മുമ്പ് ഉമ്മ സൗദിയിലെത്തി അബ്ദുറഹീമിനെ കാണുകയും ചെയ്തിരുന്നു. ഹാഷ്മി, സ്മിത. ഓക്കെ, അപ്പൊ ഇന്ന് പ്രധാനമാണ്. മോചനം സാധ്യമാവട്ടെ. കുറെ നാളായി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായി കിടക്കണം. അപ്പൊ ഇവിടുന്ന്